നമസ്തേ. എന്താണ് ഒരു ഈശ്വര പൂജ? ഈശ്വര പൂജ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്, അഥവാ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ആചാര്യൻ വളരെ ലളിതമായിട്ട് അതിന് ഒരു ഉത്തരം നൽകുന്നുണ്ട്. കാമാദ്യപേദം ഹൃദയം വാദദുഷ്ടാനൃതാഹിതൈ ഹിംസാദിഭിശ്ചരഹിതം ഏതദീശ്വര പൂജനം. ഇതാണ് ഈശ്വര പൂജ. കാമാദ്യപേദം ഹൃദയം, അത്യാഗ്രഹങ്ങളോ അനർഹമായ ആഗ്രഹങ്ങളോ ഇല്ലാത്ത ഒരു ഹൃദയം, ഒരു മാനസിക ഭാവം. ആഗ്രഹങ്ങൾ മനുഷ്യന് സ്വാഭാവികമാണ്. അത് അനർഹമായ ആഗ്രഹങ്ങളാവാൻ പാടില്ല, അത്യാഗ്രഹങ്ങൾ പാടില്ല. അതുപോലെ തന്നെ വാദദുഷ്ടാനൃതാഹിതൈഹി ഹിംസാദിഭിശ്ചരഹിതം, പറയുന്ന വിഷയങ്ങള് ദുഷ്ടം പറയാതിരിക്കുക, അനൃതം കളവ് പറയാതിരിക്കുക, അഹിതകരമായ വിഷയങ്ങള്, മറ്റുള്ളവർക്ക് ഹിതകരമല്ലാത്ത വിഷയങ്ങള് അത് പറയാതിരിക്കുക. ഹിംസാദിഭിശ്ചരഹിതം, ഹിംസാത്മകമായ, മറ്റുള്ളവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ വിഷമിപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളോ സംസാരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ. ഏതത് ഈശ്വര പൂജനം. ഇതാണ് യഥാർത്ഥത്തിൽ ഈശ്വര പൂജ. ഈശ്വര പൂജ കൊണ്ട് നമുക്ക് നേടേണ്ടതും നമുക്ക് നേടുന്നതും ഇതാണ്: ശുദ്ധ സാത്വിക ഭാവത്തിലുള്ള ജീവിതചര്യ. നന്ദി, നമസ്കാരം.